രാവിലെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അറിഞ്ഞു ഇന്ന് ഇത്രയും വലിയൊരു മണ്ടത്തരം ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന്. ഈ കുടയെടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഫുൾ ഓൺ കോൺഫിഡൻസ് ആട്ടോ, ഇന്നെങ്കിലും കോളേജിൽ നേരത്തെ എത്തുമെന്ന്. പക്ഷെ ഇതെല്ലാം മാറി മറിഞ്ഞത് ബസ്സിൽ കയറി ഇരുന്നപ്പോഴാട്ടോ. ബസ് ഇങ്ങനെ കുറച്ച് നേരം പോയപ്പോഴാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ പോകുന്ന ഡയറക്ഷനിലോട്ടല്ല ബസ് പോകുന്നത്, വേറെ റൂട്ടിലൂടെയാണ് ബസ് പോകുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റോപ്പിന് മുന്നത്തെ ഒരു സ്റ്റോപ്പിലോട്ട് ബസ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. സോ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് നടക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഓടിയാട്ടോ നടക്കുന്നത് ക്ലാസ്സിൽ നേരത്തെ എത്താനായിട്ട്. അപ്പോൾ ക്ലാസ്സിലെത്തിയപ്പോഴാണ് അടുത്ത കോമഡി. ഇന്ന് ക്ലാസ് ഇല്ല, ആദ്യത്തെ ഒരു പീരീഡേ ഉള്ളൂ, ബാക്കി ടീച്ചേഴ്സ് എല്ലാം ലീവാണ്. അപ്പോൾ ക്ലാസ് ഇല്ലാത്ത സ്ഥിതിക്ക് യുനോ കളിക്കാമെന്ന് കരുതി ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് യുനോ കളിക്കാട്ടോ. ഈ ഒരു ഇരിപ്പിൽ എത്ര കളി കളിച്ചെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. യുനോ കളിച്ച് നമ്മുടെ നെക്സ്റ്റ് പരിപാടിയാണ് ചോറ് കഴിക്കൽ. അപ്പം നമ്മളെല്ലാവരും കൂടെ ഈ ഇലയിൽ കൊണ്ടുവന്ന എല്ലാ ഫുഡും കൂടി ഇങ്ങനെ ഇട്ടിട്ടാട്ടോ കഴിക്കുന്നത്. ഇന്ന് ഞാനൊരു പനീർ കറി ആട്ടോ കോളേജിൽ ഉണ്ടാക്കിക്കൊണ്ട് പോയത്. അപ്പം അക്ഷയുടെ തക്കാളി ചോറും പനീർ കറിയായിരുന്നു നമ്മുടെ കോമ്പിനേഷൻ. നല്ല ടേസ്റ്റ് ആയിരുന്നു രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഫുഡ് കഴിച്ചാൽ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടാണ് നമ്മുടെ നടുമുറ്റം. നമ്മുടെ കോളേജിലെ അത്യാവശ്യം എല്ലാവരും ഇവിടെ ടച്ച് ചെയ്യാതെ പോകാറില്ല. സോ ആരെ കാണണമെങ്കിലും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ നടുമുറ്റത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് മിററിൽ പോയിട്ട് നമ്മുടെ ഹെയറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു ലേഡീസ് വാഷ്റൂമിൽ. ദെൻ നേരെ കോളേജിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കോളേജിൽ നിന്ന് അധികം നേരം നിന്നില്ല, കോളേജിൽ നിന്ന് ഇറങ്ങി. ദെൻ ബസ്സിൽ കയറിയപ്പോഴാണ് അടുത്ത കാര്യം മൈഗ്രെയിനൊക്കെ ആയിട്ട് വീട്ടിലെത്തി ഡോറ് തുറന്നപ്പോൾ വരുന്ന ഇയാളാണ് നമ്മുടെ ചോക്കാച്ചൻ. ചോക്കാച്ചനെ അടുത്ത വ്ളോഗിൽ പരിചയപ്പെടുത്താം കേട്ടോ. ചോക്കാച്ചനാണ് ഇപ്പം എൻ്റെ മെയിൻ